ഇതിനെ സംബന്ധിച്ച് ലവ് ജിഹാദിനെ സംബന്ധിച്ച് ആകെയുള്ളത് നമ്മുടെ ഇന്ത്യൻ ക്രിമിനൽ കോഡിൽ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അത് കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടില്ല. അതേസമയം ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ്. തീവ്രവാദ സംഘടനകളുമായി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സഖ്യവും സഹകരണവും പരസ്യമായി ഉണ്ടാക്കിയിരിക്കുക. കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടാണ്, CPM SDP-യുമായിട്ടാണ്. ഇത് രണ്ടും ദേശവിരുദ്ധ സംഘടനകളാണെന്നുള്ളതാണ് BJPയുടെ ഔദ്യോഗിക നിലപാട്. അല്ല, ഞങ്ങളുടെ നിലപാട് ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീവ്രവാദ സംഘടനകളുമായി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സഖ്യവും സഹകരണവും പരസ്യമായി ഉണ്ടാക്കിയിരിക്കുക. കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടാണ്, CPM SDP-യുമായിട്ടാണ്. ഇത് രണ്ടും ദേശവിരുദ്ധ സംഘടനകളാണെന്നുള്ളതാണ് BJPയുടെ ഔദ്യോഗിക നിലപാട്. മാത്രമല്ല, ഇവരുമായി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സഖ്യവും സഹകരണം ഉണ്ടാക്കിയെന്നും ഇവരുടെ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളെ കോൺഗ്രസ് നേതാക്കന്മാരും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പരസ്യമായിട്ട് ന്യായീകരിച്ചിട്ടുമുണ്ട്. അതും ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഇവരുടെ പ്രവർത്തനം ഇന്ത്യാവിരുദ്ധ പ്രവർത്തനമാണ്, ദേശവിരുദ്ധ പ്രവർത്തനമാണ്. ഈ രാജ്യത്ത് മതസൗഹാർദ്ദവും സാമുദായിക സമരസതയും അപകടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഈ സംഘടനകളെല്ലാം നടത്തുന്നത് എന്ന അഭിപ്രായം BJPക്കുണ്ട്. അതാണ് ഞങ്ങൾ ഇന്നലെ പ്രസ്താവിച്ചത്, പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അതിലെന്താ തെറ്റ്? മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. 2014 ജനുവരി 18-ാം തീയതി അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാനീ പറഞ്ഞു തന്നെയാണ്. ജമാഅത്ത് ഇസ്ലാമി ദേശവിരുദ്ധ സംഘടനയാണ്, ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറയുന്നവരാണ്, സാമുദായിക കലഹവും കലാപവും ഉണ്ടാക്കുന്നവരാണ്, അവരെ നിരോധിക്കണമെന്നാണ് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. സ്വാഭാവികം ഉമ്മൻചാണ്ടിക്ക് ഇതേ അഭിപ്രായം. അതേപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്നത്തെ SDP-യുടെ ആദ്യ രൂപമായിട്ടുള്ള NDF-നെതിരായിട്ട് അച്യുതാനന്ദൻ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾക്ക് അതിൻ്റെ വീഡിയോ ഒരുപക്ഷെ അവരുടെ കൈകളിൽ ഉണ്ടാവുമല്ല, ഞാൻ അയച്ചു തരാം. യാതൊരു മറയും മടിയും ഇല്ലാതെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് VS പ്രസംഗിച്ചത്. പെരുന്നാൾ അത്ഭുതം. അതുകൊണ്ട് ഞാൻ നടത്തിയ പ്രസ്താവന അത് 100% അത് ശരിയാണെന്നുള്ള തന്നെയാണ് അഭിപ്രായം. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല, പിന്നോട്ട് പോകുന്നുമില്ല. ഇതിനെ സംബന്ധിച്ച് ലവ് ജിഹാദിനെ സംബന്ധിച്ച് ആകെയുള്ളത് നമ്മുടെ ഇന്ത്യൻ ക്രിമിനൽ കോഡിൽ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അത് കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടില്ല. അതേസമയം ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അത്തരം വ്യാഖ്യാനം വരേണ്ടത് ഇത്തരം പ്രവർത്തനം നടക്കുന്ന സമയത്താണ്. നേരത്തെ നമ്മുടെ ഈ സൈബർ നിയമങ്ങൾ മുമ്പുണ്ടായിരുന്നില്ല. കാരണം അന്നെന്താ, സൈബർ കുറ്റങ്ങളുണ്ടായിരുന്നില്ല. ഈ സൈബർ കുറ്റങ്ങൾ വരുമ്പം അത് ഇല്ലാതാക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ നിയമം വരും. സ്വാഭാവികമായും ഈ വിഷയത്തിൽ നിയമം വരേണ്ടതാണ്. അതുകൊണ്ട് കണക്കുകൾ ഏതൊക്കെ സംഘടനകൾ, ഹിന്ദു സംഘടനകൾ, ക്രൈസ്തവ സംഘടനകൾ, ഇതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ അവരവരേതായ രീതിയിൽ നടത്തിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അത് അല്ല ഞങ്ങൾ അത് ഉദാഹരണം ഓരോ ആരാണോ അനുഭവിക്കുന്നത്
ആ അനുഭവിക്കുന്നവർക്കാണ് കൂടുതൽ പറയാൻ സാധിക്കുക. ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഹൈന്ദവ സമൂഹവും ക്രൈസ്തവ സമൂഹവും അവർ നേരിടുന്ന വിഷയങ്ങൾ, അവർക്കുള്ള ആശങ്കകൾ അവർ തന്നെയാണ് പറയേണ്ടത്. അത് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നു. ഇപ്പോൾ ക്രൈസ്തവ സംഘടനകളും ഹൈന്ദവ സംഘടനകളും പറയുന്നതിനെ തള്ളിപ്പറയാൻ ഞങ്ങൾ തയ്യാറില്ല. ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾ ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വോട്ടുകൾ കൗശലപൂർവ്വം കരസ്ഥമാക്കാനോ ഇത്തരം മതസംഘടനകളുടെയും മതാചാര്യന്മാരുടെയും വാക്കുകളെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസ്താവനയെ BJP ഒരിക്കലും തള്ളിപ്പറയുന്നില്ല.